അതായത് നമുക്ക് അനവധി വാസനയുണ്ട്, ഇല്ലേ? ഈ വാസനാമയം നമ്മളിൽ ഓരോന്നും ഇങ്ങനെ പൊന്തി വരുന്നു. വയസ്സാകുമ്പോൾ വേറൊന്ന്, പിന്നെ ചെറുപ്പക്കാരനാകുമ്പോൾ വേറൊന്ന്, കുട്ടിയാകുമ്പോൾ വേറൊന്ന്, ഇങ്ങനെ വാസനാമയം പൊന്തി വരും, ഇല്ലേ? വരുന്നുണ്ട്. ആ വിവിധങ്ങളുടെ രഹസ്യം എന്താണെന്ന് നമ്മൾ സ്വയം വളർന്നെത്തിയിട്ടല്ലാതെ പറയാനൊക്കൂ. പിന്നെ എന്തിനാ ഇതിന്റെ പുറകെ കിടന്ന് കടിക്കുന്നു? അപ്പൊ ഇതുകൊണ്ട് എന്ത് മനസ്സിലായി? ശ്രീകൃഷ്ണന് അവിടം വരെ നമ്മൾ തുടങ്ങിയത്. ആ ശ്രീകൃഷ്ണൻ എന്റെ ജീവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ജീവാത്മാക്കൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? അപ്പൊ ആ ശ്രീകൃഷ്ണന്റെ അവസ്ഥാവിശേഷം എന്തിന് ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. എന്താണ്? ദൈവം തന്നെ ഇങ്ങനെ ഇവന് നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? കംസന്, അല്ലേ? ആ നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ വീട്ടിൽ യുക്തിയുക്തമായിട്ട് ജനിപ്പിക്കുകയും വളരുകയും വളർത്തുകയും ചെയ്ത ഈ പ്രപഞ്ച സത്യത്തിന് ഒരു കളങ്കം ചാർത്തിയത് എവിടെയാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കത് മനസ്സിലാകണം. അതിനാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇല്ല, അത് എന്തോ ആകട്ടെ, ഇത് ഈ കുട്ടികൾക്ക് മനസ്സിലാകാത്ത കാര്യം നമ്മളിവിടെ ഇരുന്ന് പ്രചരണം ചെയ്തിട്ട് എന്താ കാര്യം? മിണ്ടില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ഇത്രയും പേരെ നിർത്തിക്കൊണ്ട് ഞാൻ ഈ സമയം കളഞ്ഞ് എന്റെ ഈ സമയം കളയിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയാനുള്ള ഒരു അറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം. വേണോ വേണ്ടേ? അങ്ങനെ ക്ഷമാശീലത്തോടുകൂടി അറിഞ്ഞ് എടുത്ത് കൊണ്ടുവന്ന് അത് പ്രാവർത്തികമാക്കി അനവധി ജന്മങ്ങൾ താണ്ടി വന്ന കർമ്മശേഷി ഈ ജീവനിലുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത് ജാഗ്രത സ്വപ്ന സുഷുപ്തി ദുരിയം. അപ്പൊ ആ ദുരിയത്തിലാണ് അത് തിരിച്ചറിയുന്നത്. അത് ദുരിയ ബോധമതാകും. അപ്പൊ ദുരിയത്തിനുള്ള ബോധമാണ്. അപ്പൊ നമ്മുടെ ഈ പഞ്ച ഇന്ദ്രിയങ്ങളായിരിക്കുന്ന ആ ഭാഗം അറിയുന്നില്ല. ജ്ഞാനേന്ദ്രിയം മാത്രം പ്രവർത്തിക്കുന്നു. മനസ്സിലായില്ലേ? ശരീരം ഇല്ലെന്ന് തോന്നുക ദുര്യത്തിലേക്ക് കടത്തി വിടുന്നതാണ്. ശരീരമുണ്ടെന്നോ ഇല്ലെന്നോ തോന്നാതിരിക്കുക.